Queridos jóvenes, también Dios se fija en ustedes y los llama, y cuando lo hace, está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret, pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La Iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. ഈശോ ചെറുപ്പക്കാരനായിരുന്നു. ഈശോയ്ക്ക് ചെറുപ്പമായിരുന്നു. നല്ല ഉത്തമമായൊരു യൗവനത്തിൻ്റെ മധ്യാഹ്നത്തിലാണ് ഈശോ മരിക്കുന്നത്. അപ്പോൾ ആ യേശുവിനെ പരിചയപ്പെട്ടാൽ യേശുവിനെ സ്നേഹിക്കാൻ നമുക്കതൊരു കാരണമായി മാറും. ഈശോയെ അന്ധമായിട്ട് സ്നേഹിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മനസ്സിലേക്ക് വേഗം വരുന്നത്, ഞാൻ ബാംഗ്ലൂരുകാരനായ ഒരു ചെറുപ്പക്കാരനെ ഈ തിരുവനന്തപുരം നഗരത്തിൽ വെച്ചൊരിക്കൽ കണ്ടുമുട്ടി. തികച്ചും ആകസ്മികമായിട്ടായിരുന്നു ഞാൻ അവനെ കണ്ടുമുട്ടിയത്. അവനും അവൻ്റെ ഭാര്യയും നാലാഞ്ചിറയിലെ നമ്മുടെ സഹോദരന്മാർ താമസിക്കുന്ന ആ സ്ഥലത്തിന് തൊട്ടടുത്ത് ഒരു മലങ്കര സെമിനറി ഉണ്ട്. ആ സെമിനറിയിൽ ചാപ്പലിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്ന ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഒരുമിച്ച് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയ 2-3 ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അപരിചിതനായ ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞങ്ങളുടെ കൂട്ടായ്മയിൽ ആ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. പ്രാർത്ഥനയായതുകൊണ്ട് അപരിചിതനായ ആളെ അതിൽ നിന്ന് ഒഴിവാക്കിയില്ല. എങ്കിലും ഇത് ആരാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു 2 ദിവസം കഴിയുമ്പോൾ ആ പ്രെയർ ലീഡ് ചെയ്തുകൊണ്ടിരുന്നൊരു ചെറുപ്പക്കാരൻ ഈ അപരിചിതനായ ചെറുപ്പക്കാരനെ മുമ്പിലേക്ക് വിളിച്ചിട്ട്, സന്തോഷ് മുന്നിലേക്ക് വരൂ എന്ന് പറഞ്ഞു. ആരാണ് സന്തോഷം എന്നറിയാനുള്ള ആകാംക്ഷയോടെ ഞങ്ങളെല്ലാം ഈ അപരിചിതനെ ഉറ്റുനോക്കിയിരിക്കുമ്പോൾ അയാൾ മൈക്കെടുത്ത് ഇപ്രകാരം സംസാരിക്കാൻ തുടങ്ങി. ഞാനും എൻ്റെ ഭാര്യ ബിനിയും ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ദൈവത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു ഇടപെടലിനെക്കുറിച്ച് പറയാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് 5 കൊല്ലമായി മക്കളുണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ സങ്കടത്തിലും പരാതിയിലും പരിദേവനത്തിലും പരിഭവത്തിലും ദുഃഖത്തിലും ജീവിച്ചിരുന്ന കാലത്ത് സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടുമ്പോൾ ധ്യാനമധ്യേ ഒരു ആരാധനയുടെ സമയത്ത് കർത്താവിൻ്റെ സന്ദേശം വിളിച്ചു പറഞ്ഞു, 5 കൊല്ലമായി മക്കളില്ലാത്തൊരു ദമ്പതികൾക്ക് ഇതാ ഈശോ കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. മക്കളെ കിട്ടുന്ന ഒരു സന്ദേശം പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ അത് തങ്ങളുടെ ജീവിതത്തിനാണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഈ കുടുംബം അത് സ്വീകരിച്ചു. ബാംഗ്ലൂരിലേക്ക് അവർ മടങ്ങിപ്പോയി. ഏതാനും നാളുകൾ കഴിയും മുമ്പ് ബിനി ഗർഭിണിയായി.
തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടു എന്നറിയുമ്പോൾ, ജീവൻ്റെ നാമ്പ് തൻ്റെ ഉദരത്തിൽ മുട്ടിട്ട് വളരാൻ തുടങ്ങുന്നു എന്നറിയുമ്പോൾ സന്തോഷം ബിനിയും ചെയ്യുന്നത് ഈ കുട്ടി ഒരു വിശുദ്ധനോ ഒരു വിശുദ്ധയോ ആയി മാറണമെന്ന അടക്കി നിർത്താനാവാത്ത അദമ്യമായ ആഗ്രഹം ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കുട്ടി ഒരു വിശുദ്ധനാവാൻ അതിൻ്റെ കൺസെപ്ഷൻ്റെ ആദ്യത്തെ നിമിഷം മുതൽ, ഈ കുട്ടി ഉദരത്തിലുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞ ആദ്യത്തെ നിമിഷം മുതൽ ഈ കുട്ടി ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആയി പിറന്നു വീഴണമെന്ന ആഗ്രഹത്തിൽ അവർ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ തുടങ്ങി. അവരവരുടെ ജീവിതത്തെ ഇങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയത്. ബൈബിളല്ലാതെ മറ്റൊരു പുസ്തകവും ബിനി വായിച്ചിട്ടില്ല. കുഞ്ഞിനെ ഉദരത്തിൽ പേറിയ 9-10 മാസം ബൈബിളല്ലാതെ മറ്റൊരു ഗ്രന്ഥവും ഈ സ്ത്രീ വായിച്ചിട്ടില്ല. ഒരൊറ്റ ടെലിവിഷൻ പ്രോഗ്രാം പോലും കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. കണ്ണിലോ കാതിലോ നാവിലോ ചിന്തയിലോ ബോധാബോധങ്ങളിലോ ഒരിടത്ത് പോലും തിന്മയുടെ ഒരു സ്വാധീനമോ സാന്നിധ്യമോ ഉണ്ടാവരുതെന്ന് നിശ്ചയമായും ഒരു നിർബന്ധമുള്ള ഒരു പെൺകുട്ടി എല്ലാ മേഖലകളിലും പരിശുദ്ധി പാലിക്കാൻ പരിശ്രമിച്ചു. ഈ ഗർഭധാരണം സംഭവിച്ച് കുഞ്ഞിനെ പേറി ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെയുള്ള 10 മാസങ്ങൾ. അങ്ങനെ സന്തോഷം ബിനിയും ഈ ഒരു കുഞ്ഞ് വിശുദ്ധനാവണമെന്നും വിശുദ്ധയാവണമെന്നും ആഗ്രഹത്തോടെ ഉദരത്തിൽ ബിനി കുഞ്ഞിനെ പേറി പ്രാർത്ഥിച്ച് ദിവസങ്ങളും മാസങ്ങളും ചെലവഴിച്ചു. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയ്ക്കും ഒരുപാട് പരിത്യാഗത്തിനും ഒരുപാട് നിലവിളികൾക്കും നടുവിൽ ഈ കുഞ്ഞ് വിശുദ്ധനായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് പിറക്കണമെന്ന ആഗ്രഹത്തിൽ കാത്തിരുന്ന അവർക്ക് ഒരാൺകുട്ടിയെ കർത്താവ് സമ്മാനിക്കുകയാണ്. കുട്ടി പിറന്നു വീണു എന്നറിയുമ്പോൾ ഈ സന്തോഷം ചെയ്യുന്നത് ബാംഗ്ലൂരിലെ അവർ പൊക്കൊണ്ടിരുന്ന ഇടവക ദേവാലയത്തിലേക്ക് ഓടിച്ചെന്ന് ഒരു കെട്ട് മെഴുകുതിരി വാങ്ങി അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ സന്തോഷം ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ബിനിയുടെ ഉദരത്തിൽ ഈ കുഞ്ഞ് ഉരുവായി എന്നറിഞ്ഞ ആദ്യത്തെ നിമിഷം മുതൽ, ആ ആദ്യത്തെ ദിവസം മുതൽ ബിനി ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെയുള്ള ദിവസങ്ങൾ എണ്ണിയെടുക്കുമ്പോൾ ഓരോ ദിവസത്തിനും ഓരോ മെഴുകുതിരി വീതം ഞാൻ ഈ കർത്താവിൻ്റെ ആലയത്തിൽ ഒരു നേർച്ചയായി സമർപ്പിക്കുന്നത് ഈ കുഞ്ഞിനെ പേറി ഈ കുഞ്ഞിനെ ഉദരത്തിൽ വളർത്തിക്കൊണ്ട് വന്ന കാലത്ത് എവിടെയെങ്കിലും ഞങ്ങൾ അറിയാതെ ഈ കുഞ്ഞിൻ്റെ വിശുദ്ധിക്ക് വിഘാതമാവുന്ന, തടസ്സമാവുന്ന വിധത്തിൽ ഏതെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ട് ഇത് സ്വീകരിക്കണം, ഒരു ബലി അർപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചിട്ടാണ് കുട്ടിയെ കാണാൻ സന്തോഷ് ആശുപത്രിയിലേക്ക് പോകുന്നത്. സ്റ്റീവ് എന്ന് ഈ കുട്ടിക്ക് പേരിട്ടു. തോമാച്ചൻ എന്ന് ആ കുട്ടിയെ പേരിട്ട് വിളിച്ചു വീട്ടിൽ. തോമാച്ചൻ എന്ന ഓമന പേര്, സ്റ്റീവ് എന്ന മാമോദീസ പേര്. അങ്ങനെ ഈ കുട്ടിയെ വളർത്തുകയാണ്. ഏതാണ്ട് 1.5 വയസ്സ് പ്രായമായി. ഓരോ ചലനത്തിലും വിശുദ്ധിയുടെ വെൺപിറാവുകൾ പറന്നു പോകണമെന്നും വിശുദ്ധിയുടെ പുഷ്പവൃഷ്ടി നടക്കണമെന്നും ഓരോ ചലനത്തിലും ഈ കുട്ടി വിശുദ്ധനായി വളരണമെന്നും ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ജീവിതം ക്രമപ്പെടുത്തി ചിട്ടപ്പെടുത്തി മനോഹരമായി കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഏതാണ്ട് ഒരു 1.5 വയസ്സ് പ്രായമായപ്പോൾ ഓർക്കാപ്പുറത്ത് അശനിപാതം പോലെ, ആലക്തികാഘാതം പോലെ നനച്ചിരിക്കാത്തൊരു നേരത്ത് ചങ്കിനകത്തേക്ക് സങ്കടത്തിൻ്റെ ചില്ലുമഴ പെയ്തിറങ്ങിയതുപോലെ വലിയൊരാഘാതം ഈ കുടുംബത്തെ തേടിയെത്തി. കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം വന്നു. അസുഖം ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായൊരു മാറാരോഗമാണ് ഈ കുട്ടിക്കെന്ന് തിരിച്ചറിയാൻ അധികം നാളുകൾ വേണ്ടി വന്നില്ല. ബാംഗ്ലൂരിലെ പ്രശസ്തമായ ഒരാശുപത്രിയിൽ നിന്ന് മറ്റൊരാശുപത്രിയിലേക്ക് കൈക്കുഞ്ഞിനെയും വാരിയെടുത്തുകൊണ്ട് പ്രാണവേദനയോടെ മാതാപിതാക്കൾ ഓടി നടന്ന ദിവസങ്ങളെക്കുറിച്ചൊക്കെ വാദവരാതെ സന്തോഷ് വിവരിച്ചു. സന്തോഷ് അസാധാരണ വിശ്വാസമുള്ള ആളായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ അനേകം വിശ്വാസികളിൽ ശക്തമായ വിശ്വാസമുള്ള ഒരാളായിരുന്നു സന്തോഷ് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചത് വെന്റിലേറ്ററുകൾക്ക് മുമ്പിൽ, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകൾക്ക് മുമ്പിൽ വിഷാദിച്ച് നിൽക്കുമ്പോൾ, അവിടെ മുട്ടുകുത്തി, അവിടെയുള്ള ആ തണുത്ത തറയിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് എൻ്റെ തോമാച്ചനെ തിരിച്ചു തരണമെന്നല്ല, സന്തോഷിൻ്റെ വിശ്വാസം പോലെ നടക്കണം എന്നാണ്. സന്തോഷിൻ്റെ വിശ്വാസം പോലെ നടക്കണം. സന്തോഷം വിശ്വസിക്കുന്നു ഈ കുട്ടിയെ തന്നത് ദൈവമാണ്. ഈ കുട്ടിയെ തന്നത് ദൈവമാണെങ്കിൽ ഈ കുട്ടിയെ ഓർക്കാപ്പുറത്തൊരു നേരത്ത് തട്ടിയെടുക്കാൻ, രോഗം വരുമ്പോൾ ആ രോഗത്തിൻ്റെ കരങ്ങളിലേക്ക്, ആ വിധി വൈപരീത്യങ്ങളിലേക്ക് എൻ്റെ കുഞ്ഞിനെ വാരിയെറിയാൻ ഞാൻ തയ്യാറല്ലെന്ന് വിശ്വാസിയുടെ മനസ്സോടെ മുട്ടുമേൽ നിന്ന് സ്വർഗത്തോട് പറയാൻ പറ്റുന്ന ഒരവകാശവാദത്തോടെ സന്തോഷം പറഞ്ഞുകൊണ്ടിരുന്നു. കുട്ടിയെ തിരിച്ചു തരണമെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ വിശ്വാസം പോലെ നടന്നാൽ മതി. എൻ്റെ കുട്ടിയെ തട്ടിയെടുക്കാൻ ഈ രോഗത്തിനാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസം പോലെ ഇത് സംഭവിക്കും. ഓരോ തവണ വിശ്വാസത്തിൻ്റെ വചനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷം പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ആത്മശക്തി കുട്ടിയുടെ മേൽ, രോഗക്കിടക്കയിൽ കിടന്ന് ജീവനും മരണത്തിനിടയിൽ പടവെട്ടുന്ന ഈ കുട്ടിയുടെ മേൽ
ഓരോ തവണയും ദൈവശക്തി ഇറങ്ങി അവൻ ജീവനിലേക്കും അവൻ ആരോഗ്യത്തിലേക്കും തിരിച്ചു വരും. വീണ്ടും അവൻ്റെ ആരോഗ്യനില വഷളാവും. സന്തോഷ് വാശി പിടിച്ച് പ്രാർത്ഥിക്കും, അവൻ വീണ്ടും ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരും. ഇങ്ങനെ ഏതാണ്ട് 90ഓളം ദിവസങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സന്തോഷിൻ്റെ ആത്മീയ പിതാവ് സന്തോഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, സന്തോഷേ, നീ എന്താ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്? നിൻ്റെ കുട്ടി വിശുദ്ധനാവണം. ഈ വിശുദ്ധനായ കുട്ടിയിലൂടെ നീയും നിൻ്റെ ഭാര്യ ബിനിയും അറിയപ്പെടണം. വിശുദ്ധനായ ഒരു കുഞ്ഞിനെ, സ്വർഗത്തിലെ മാലാഖയെ പോലൊരു കുഞ്ഞിനെ, അങ്ങനെ ഒരു കുഞ്ഞിനെ തരണം, അങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്താൻ ഭാഗ്യം കിട്ടണം എന്നതായിരുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം. കഴിഞ്ഞ രാത്രിയിൽ സന്തോഷിൻ്റെയും ബിനിയുടെയും തോരാത്ത കണ്ണുനീരുകളെ മനസ്സിൽ ആവാഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ചങ്കുരുകി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, നിൻ്റെ സുഹൃത്തല്ലേ സന്തോഷ്, നിൻ്റെ സുഹൃത്തല്ലേ സന്തോഷ്, അവനോട് ചെന്ന് പറയുക, സ്വർഗത്തിലെ ഒരു മാലാഖ കുഞ്ഞാക്കി മാറ്റാൻ സന്തോഷിൻ്റെ മകൻ തോമാച്ചനെ ഞാൻ ചോദിച്ചിട്ട് അവൻ എന്താണ് തരാത്തതെന്ന് നീ അവനോട് ചോദിക്കുക. കൂട്ടുകാരൻ സന്തോഷിനെ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നത്, സ്വർഗത്തിലെ ഒരു മാലാഖ കുഞ്ഞാക്കാൻ നിൻ്റെ കുഞ്ഞിനെ ഈശോ ചോദിച്ചിട്ട്, സന്തോഷേ, എന്തുകൊണ്ടാണ് നിൻ്റെ കുട്ടിയെ നീ വിട്ടുകൊടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ തോരാത്ത കണ്ണുനീരോടെ കൂട്ടുകാരൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ സന്തോഷ് നേരെ ബിനിയെ വിളിക്കാൻ വേണ്ടി പോയി. കുട്ടി ആശുപത്രിയിലാണ്. ബിനിയെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലേക്ക് വേഗം ചെന്നു. കുട്ടിയുടെ കിടക്കക്കരികിലേക്ക് എപ്പോഴും പ്രവേശനമില്ല, കുട്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് എപ്പോഴും കയറാൻ പറ്റില്ല. ഡോക്ടറോട് പ്രത്യേക അനുവാദം വാങ്ങിച്ച് ആശുപത്രി മുറിയിലേക്ക്, കുട്ടി കിടക്കുന്ന വെന്റിലേറ്ററിലേക്ക് കയറി ചെന്നിട്ട് കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ കുഞ്ഞിനെ നോക്കി പ്രാർത്ഥിച്ചിട്ട് ഇവർ രണ്ടുപേരും നേരെ പോകുന്നത് നിത്യാരാധനാ ചാപ്പലിലേക്കാണ്. നിത്യാരാധനാ ചാപ്പലിലേക്ക് ചെന്ന് മുട്ടുമേൽ നിന്നിട്ട് സന്തോഷം ബിനിയും കൈകോർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഈശോ, ഞങ്ങളുടെ തോമാച്ചനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ, ഞങ്ങളുടെ തോമാച്ചനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. പെട്ടെന്ന് മരണത്തിൻ്റെ കൈക്കുന്ന കരങ്ങളിലേക്ക് വിട്ടുതരാനാവാത്തതുപോലെ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈശോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കരഞ്ഞേങ്ങലടിച്ചിട്ട് ബിനിയും സന്തോഷം കരങ്ങൾ കോർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഈശോ, നീ ഒരു കാര്യം അറിയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ തോമാച്ചനേക്കാൾ ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമാണ്. തോമാച്ചനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈശോ, പക്ഷേ ഞങ്ങളുടെ തോമാച്ചനേക്കാൾ ഞങ്ങൾ നിന്നെയാണ് സ്നേഹിക്കുന്നത്. സ്വർഗത്തിലെ ഒരു മാലാഖ കുഞ്ഞാക്കാൻ ഞങ്ങളുടെ കുഞ്ഞിനെ നിന്റെ കരങ്ങളിലേക്ക് വെച്ച് തരാൻ നീ ചോദിച്ചാൽ നീ എന്താ എൻ്റെ ഈശോ വിചാരിച്ചത്? ഞാൻ നിനക്ക് തരില്ലെന്നാണോ? എൻ്റെ കുട്ടിയെ നിനക്കിഷ്ടമുള്ളതുപോലെ എടുക്കുക, ഉപയോഗിക്കുക. ഇത് പറഞ്ഞ് നിലത്ത് ചുംബിച്ച് ആരാധന സമർപ്പിച്ചിട്ട് രണ്ടുപേരും ആശുപത്രിയിൽ ചെന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തോമാച്ചൻ്റെ ആത്മാവ് സ്വർഗത്തിലെ ആ മഹാസൗഭാഗ്യത്തിൻ്റെ ഭൂമികയിലേക്ക് പറന്നുപോയി. ഇത് പറഞ്ഞിട്ട് സന്തോഷ് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ കുഞ്ഞ് രോഗബാധിതനായി കിടക്കുന്ന ഓരോ സന്ദർഭത്തിലും എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണമെന്ന് പറഞ്ഞ് 1000 തവണ പ്രാർത്ഥിച്ചിട്ട് ഈശോ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈശോയ്ക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തതിൻ്റെ കാരണം, അതിനൊരു കാരണമേ ഉള്ളൂ. ആ കാരണം ഇതാണ്, ഞങ്ങൾക്ക് തോമാച്ചനെ ഇഷ്ടമായതിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ കർത്താവിനെ ഇഷ്ടമാണ്. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹൃദയം തുറന്ന് ഹല്ലേലൂയാ. പൗലോസ് പറയുന്നില്ലേ, കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? റോമാലേഖനം 8-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനും ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, പീഡനമോ, നഗ്നതയോ, ആപത്തോ, വാളോ എന്ന് പറഞ്ഞുകൊണ്ട് നീറോ ചക്രവർത്തി നീട്ടിപ്പിടിച്ച മരണത്തിൻ്റെ വാൾമുനത്തുമ്പിലേക്ക് പ്രാണൻ ചേർത്ത് വെക്കപ്പെടാൻ നടന്നുപോയ ഒരു പൗലോസിനെ, ഒരു പത്രോസിനെ, വത്തിക്കാൻ്റെ വധക്കുന്നിൽ തലകീഴായി കുരിശിത്തറയ്ക്കപ്പെട്ട ഒരു പത്രോസിനെ, അലറിയാർക്കുന്ന സിംഹങ്ങളുടെ നടുവിലേക്ക് ആർത്തിരമ്പുന്ന വൈരവേഗത്തിൽ ആഞ്ഞെടുക്കുന്ന ഈ കാട്ടുമൃഗങ്ങളുടെ നടുവിലേക്ക് വീരോചിതമായി നെഞ്ചുവിരിച്ച് നടന്നുപോയ 10,000-ങ്ങളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ക്രിസ്തുവിനെ സ്നേഹിച്ചവർ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പൊന്നു മക്കളെ, യേശുവിനെ അങ്ങനെ സ്നേഹിക്കാൻ എന്താണ് കാരണം? ഈശോയെ അപ്പനേക്കാളും അമ്മയെക്കാളും സ്നേഹിതനേക്കാളും സ്നേഹിതയെക്കാളും കാമുകനേക്കാളും കാമുകിയെക്കാളും യേശുവിനെ സ്നേഹിക്കാൻ, യേശുവിന് വില കൊടുക്കാൻ എന്താണ് മനുഷ്യരെ സഹായിച്ചത്? അതിനൊരു കാരണമുണ്ട്.
മനോഹരമായിരുന്നു യേശുവിൻ്റെ ജീവിതം, ഉത്കൃഷ്ടമായിരുന്നു യേശുവിൻ്റെ ജീവിതം, കുറ്റം പറയാനാവാത്തതായിരുന്നു യേശുവിൻ്റെ ജീവിതം. 33 വയസ്സ്, നല്ല കാലമാണത്. ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയൊരു കാലമാണത്. ചോരത്തിളപ്പുള്ള കാലം, കായിക ശക്തി ഉറഞ്ഞുകൂടുന്നൊരു കാലം, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ബലമുള്ളൊരു കാലം. പെട്ടെന്നങ്ങനെ ഒരു ഉൽക്ക പോലെ കത്തിത്തീരാൻ പറ്റിയൊരു പ്രായമായിരുന്നില്ല അത്. പെട്ടെന്നൊരു നേരത്ത് നൊടിനേരം കൊണ്ട് പെട്ടെന്ന് കത്തിത്തീരാൻ പറ്റുന്നൊരു പ്രായമല്ലത്. നല്ല പ്രായമായിരുന്നു അത്. ആ നല്ല പ്രായത്തിലാണ് ഒരു മനുഷ്യൻ കുരിശിലിങ്ങനെ കൈവിരിച്ച് കിടന്നത്. മനോഹരമായൊരു ജീവിതം, അസാധാരണമായൊരു ജീവിതം, സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഉയരങ്ങളിലെത്തിയൊരു ജീവിതം. നിങ്ങൾ ഓർക്കുന്നില്ലേ? പീലാത്തോസിൻ്റെ അരമന പ്രത്തോറിയത്തിൻ്റെ മുമ്പിൽ നേരെ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നിന്നിട്ട് സകല വിചാരണയ്ക്ക് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സകല നീതിപീഠത്തിലെ സകല ന്യായാധിപന്മാരുടെ മുമ്പിൽ ഇങ്ങനെ ചങ്ക് വിരിച്ച് നിന്നിട്ട് അവൻ പറഞ്ഞില്ലേ, നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റമാരോപിക്കാൻ പറ്റും? പറഞ്ഞില്ലേ അങ്ങനെ? നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ പറ്റും? വിശന്ന ഈശോയാണ്, വിയർത്ത ഈശോയാണ്, നമ്മൾ അനുഭവിക്കുന്നത് പോലെയുള്ള സകല ജഡിക പ്രലോഭനങ്ങളും അനുഭവിച്ച ഈശോയാണ്, ദാഹിച്ച ഈശോയാണ്, കരഞ്ഞ ഈശോയാണ്, തളർന്ന ഈശോയാണ്, വിയർത്ത ഈശോയാണ്. ദൈവമല്ല. ഭൂമി ജീവിച്ചിരുന്ന സമയത്ത് 100% മനുഷ്യൻ കടന്നു പോകുന്ന സകല സഹനങ്ങളിലും കടന്നുപോയവൻ, അടികൊണ്ടാൽ നോവുന്നവൻ, കഴുത്തിന് പിടിച്ചാൽ നോവുന്നവൻ, അപമാനിച്ചാൽ നോവുന്നവൻ, തുണിയില്ലാതെ നഗ്നനായി കുരിശിലിങ്ങനെ നിവർന്ന് കിടക്കുമ്പോൾ നാണക്കേട് അനുഭവിച്ചവൻ, മാനാഭിമാനങ്ങൾ ക്ഷതപ്പെട്ടവൻ, ശരീരത്തിലും ആത്മാവിലും മനസ്സിലുമൊക്കെ മാരകമായ മുറിവേറ്റ് തളർന്നവൻ, നമ്മളെപ്പോലൊരു പച്ച മനുഷ്യൻ. പക്ഷേ അസാധാരണമായിരുന്നു യേശുവിൻ്റെ ജീവിതം, അസാധാരണം. 33-കാരനായ ഒരു മനുഷ്യനെക്കുറിച്ച് സുവിശേഷങ്ങൾ പറഞ്ഞത് അവൻ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു എന്നാണ്. നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ചു. സുവിശേഷങ്ങൾ വായിച്ച് മടക്കുമ്പോൾ നമ്മൾ ചോദിക്കും, നന്മ മാത്രം ചെയ്ത് ചുറ്റി സഞ്ചരിച്ച ഇവനെ എന്തിനാണ് അവൻ്റെ കാലം കുരിശിൽ തറച്ചത്? എന്നെ ഒരു കുറച്ച് സമയം നിങ്ങൾ ശ്രദ്ധിക്കാമോ? എന്തിനാണ് യേശുവിനെ കുരിശിൽ തറച്ചത്? ഒന്നാമത്തെ കാര്യം, യേശു ജീവിച്ചിരുന്ന കാലം റോമൻ പടയോട്ടങ്ങളുടെ കാലം, റോമാ ചക്രവർത്തിമാർ ജെറുസലേം ഭരിച്ചിരുന്ന കാലം. യേശുവിൻ്റെ ജന്മനാട്ടിൽ, യേശു ജീവിച്ചിരുന്ന നാട്ടിലെ യഹൂദ ജനതയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലം. അവരെ ഭരിച്ചിരുന്നത് മറ്റൊരു ജനത. ഈശോ മാത്രമല്ല കുരിശിൽ തറയ്ക്കപ്പെട്ടത്. പൊന്തിയോസ് പീലാത്തോസ് റോമൻ ഗവർണറായി ഭരിച്ചിരുന്ന കാലത്ത് 5000-ഓളം ആളുകളെ കുരിശിൽ തറച്ച് കൊന്നിട്ടുണ്ട്. എന്തിന്? കുരിശിൽ തറച്ച് കൊന്നത് റോമൻ ഗവൺമെൻറ്റിൻ്റെ സമാധാനം സ്ഥാപിക്കാൻ. പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടുണ്ട്, പാക്സ് റൊമാന, റോമൻ പീസ്. പാക്സ് റൊമാന, റോമിൽ സമാധാനം സ്ഥാപിക്കാൻ. റോമൻ ആധിപത്യത്തിൻ്റെ കീഴിൽ കഴിയുന്ന സകല പ്രവിശ്യകളിലും സമാധാനം ഉണ്ടാക്കാൻ അവർ ചെയ്തിരുന്നത് തെറ്റ് ചെയ്യുന്നവനെ ഭീകരമായ അരും കൊലയ്ക്ക് വിധേയരാക്കും, ഭീകരമായിട്ട് കൊല്ലും. അങ്ങനെ 5000-ഓളം പേരെ കുരിശിൽ തറച്ച് കൊന്നിട്ടുണ്ടായിരുന്നു യേശുവിൻ്റെ കാലത്ത്. അങ്ങനെ ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന കാലം. ആ കാലത്ത് യഹൂദന്മാർ അടിമകളാണ്. എന്നാൽ യഹൂദന്മാരെ ഭരിക്കാൻ കാശ് കൊടുത്ത് രാജസ്ഥാനം വാങ്ങിയ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേരാണ് ഹെറോദേസ്. ആ രാജാവിൻ്റെ മകനായ ഹെറോദേസിൻ്റെ കാലത്ത് മകൻ രാജാവ് സ്വന്തം സഹോദരൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി വെച്ചുകൊണ്ടിരുന്ന കാലത്ത്, അങ്ങനെ സ്വന്തം ഭാര്യയ്ക്ക് പകരം സ്വന്തം ഭാര്യയെ മാറ്റിയിട്ട് സഹോദരൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കിയ രാജാവിനെ ഈശോ വിളിച്ചത് കുറുക്കൻ എന്നാണ്. കുറുക്കൻ. ആ കുറുക്കനോട് പോയി പറഞ്ഞേക്കൂ, ഞാൻ ഇന്നും ഇവിടെ ഉണ്ടാവും, നാളെയും ഇവിടെ ഉണ്ടാവും, മറ്റന്നാളും ഇവിടെ ഉണ്ടാവും. തെറ്റ് ചെയ്തവനോട് തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു. യേശുവിൻ്റെ അപരാധങ്ങളിൽ ഒന്നതാണ്. തെറ്റ് ചെയ്തവനോട് പറഞ്ഞു തെറ്റ് തെറ്റാണ്. എന്നാൽ തെറ്റ് ചെയ്തവനെ ഒഴിവാക്കിയില്ല. ചുങ്കക്കാരെന്ന് പറയുന്ന ഒരു കൂട്ടനുണ്ടായിരുന്നു. ടാക്സ് കളക്ടേഴ്സ്. റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി ചുങ്കം പിരിച്ച് നടന്നവർ. 100 രൂപയാണ് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതെങ്കിൽ അവർ 500 രൂപ ഈടാക്കും. 100 രൂപ ഗവൺമെൻറ്റിലടയ്ക്കും, 400 രൂപ അവർ കീശയിലിടും. ചുങ്കക്കാർ, പാപികൾ, സമൂഹം മാറ്റി നിർത്തിയ പാപികളോടും ചുങ്കക്കാരോടുമൊക്കെ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷേ അവരെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല. ചുങ്കക്കാര്. മറ്റൊരു കൂട്ടരായിരുന്നു തീവ്രവാദികളിൽ ഒരാളായിരുന്നു ബറാബാസ്. ഈ തീവ്രവാദികൾ റോമൻ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യുന്നവരാണ്. ഗലീലായുടെ മലനിരകളിൽ ഒളിച്ചു താമസിച്ചിട്ട് അവർ തെരുവിലേക്ക് ഇറങ്ങി വന്ന് റോമൻ പട്ടാളക്കാരെ ഓരോരുത്തരെയായിട്ട് കൊന്നിട്ട് മലമുകളിലേക്ക് പലായനം ചെയ്യുന്നവരായിരുന്നു തീവ്രവാദികൾ.
ഈ തീവ്രവാദികൾ യേശുവിനെതിരായതിൻ്റെ കാരണം തീവ്രവാദികളെ പോലെ അക്രമത്തിലൂടെ അല്ല സമാധാനം ഉണ്ടാക്കേണ്ടത്, വഴക്കിട്ടല്ല സമാധാനം സ്ഥാപിക്കേണ്ടത് എന്നതായിരുന്നു യേശുവിൻ്റെ പക്ഷം. പാവപ്പെട്ടവരോട് കരുതൽ, പാപിയോട് കരുതൽ. നിങ്ങൾ ഓർക്കുന്നില്ലേ, കുഷ്ഠരോഗി വന്നിട്ടിങ്ങനെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുകയാണ്. തൊടാൻ പാടില്ലെന്നാ യഹൂദ നിയമം പറഞ്ഞത്. കുഷ്ഠരോഗിയെ തൊട്ടാൽ നിങ്ങൾ അശുദ്ധരാവും. അങ്ങനെ തൊടാൻ പാടില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഒരു കുഷ്ഠരോഗി അവൻ്റെ മുമ്പിൽ നിന്ന്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ശുദ്ധനായി പൊക്കോ എന്ന് പറഞ്ഞ് കുരിശു വരച്ച് വിട്ടതല്ല, ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു ശുദ്ധനാവാൻ പറഞ്ഞു. രോഗികളോട്, പാവപ്പെട്ടവരോട്, പാപികളോട്, പതിതരോട്, പാർശ്വത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരോട്, വിളിമ്പിലേക്ക് വലിച്ചെറിയപ്പെട്ടവരോട്, സൈഡ് ലൈൻ ചെയ്യപ്പെട്ടവരോട്, അരക്ഷിത ബോധത്തിൻ്റെ തടവറകളിൽ കഴിഞ്ഞവരോട് ഒരു സമഭാവനയോടെ, സ്നേഹത്തോടെ പിതാവായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അത് നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ യേശുവിൻ്റെ പരസ്യ ജീവിതകാലം മുഴുവൻ നിരന്തരമായി ഈശോ സത്യം പറഞ്ഞുകൊണ്ടിരുന്നു, തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, പാവപ്പെട്ടവരെയും പാപികളെയും കരുതലോടെ കണ്ടുകൊണ്ടിരുന്നു, പാപിയെ വെറുക്കാതിരുന്നു. അങ്ങനെ മുന്നോട്ട് നീങ്ങിയ യേശുവിൻ്റെ ജീവിതം നിർണായകമായ ഒരു വഴിത്തിരിവിലെത്തുന്നത് ഓശാന ഞായറാഴ്ചയാണ്. ഓശാന ഞായറാഴ്ച 20 ലക്ഷത്തോളം യഹൂദന്മാർ ജെറുസലേമിൽ സമ്മേളിച്ചിരുന്ന ഒരു പ്രഭാതത്തിൽ യേശു ഒരു കഴുതപ്പുറത്ത് കയറിയിരുന്ന് ഓശാന ജൈവിളികളുമായി അവനെ എതിരേറ്റ ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിലൂടെ കർത്താവ് ജെറുസലേമിലേക്ക് പ്രവേശിച്ചു. നൂറ്റാണ്ടുകളായി യഹൂദന്മാർ തങ്ങളെ മോചിപ്പിക്കുന്ന ഒരു രാജാവിനെ കാത്തിരിക്കുകയായിരുന്നു. ദാവീദ് എന്നൊരു രാജാവിൻ്റെ രാജവാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേലിൽ കൊള്ളാവുന്ന ഒരു രാജാവ് വന്നിട്ടില്ല. സോളമൻ്റെ കാലം അക്രമങ്ങളുടെ കാലമായിരുന്നു. സോളമൻ്റെ മക്കളുടെ കാലത്ത് സമാധാനം നഷ്ടപ്പെട്ടു. സോളമൻ്റെ മക്കളുടെ കാലത്ത് രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. പിന്നീട് ഓരോ രാജാക്കന്മാരായി വന്നവർ രാജ്യത്തെ തീരെഴുതി രാജ്യത്തിൻ്റെ മുഴുവൻ സമാധാനവും നശിപ്പിച്ച് ഒടുവിൽ രാജവംശം മുഴുവൻ ഇല്ലാതായി ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയൊരു ജനത, പിന്നീട് മടങ്ങി വന്നൊരു ജനത നൂറ്റാണ്ടുകളായി പ്രതീക്ഷിച്ചിരുന്നു ഒരു രാജാവ് വരും. ആ വരാൻ പോകുന്ന രാജാവിനെ കുറിച്ച് പ്രവചിച്ചിരുന്നത് സക്കറിയ. ആ രാജാവ് വരുന്നത് കഴുതപ്പുറത്താണ്. ഓശാന ഞായറാഴ്ച കഴുതപ്പുറത്ത് കയറി ഈശോ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ തൊട്ട് തലേ ദിവസം ലാസറിനെ യേശു ഉയർപ്പിച്ചു. മരിച്ചുപോയ ലാസറിനെ 4 ദിവസം കൊണ്ട് കല്ലറയ്ക്കകത്ത് കിടന്ന് അഴുകിയ ലാസറേ പുറത്തു വരൂ എന്ന് പറഞ്ഞ് കല്ലറയ്ക്കകത്ത് നിന്ന് കല്ലറ ഭേദിച്ച് ജീവന്റെ അംശം അവനിലേക്ക് തിരിച്ചു കൊടുത്ത് ലാസറിനെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഇളകി. മരിച്ചൊരുത്തൻ ഇതാ ഇവൻ ആജ്ഞാപിക്കുമ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ അവർക്ക് അവനിൽ വിശ്വാസമായി. ഇവൻ എന്തോ പ്രത്യേകതയുണ്ടെന്ന് അവർ 100 വട്ടം വിശ്വസിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ, ആ ലക്ഷക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ പിറ്റേ പ്രഭാതത്തിൽ കർത്താവ് ഈശോ മിശിഹാ കഴുതപ്പുറത്ത് കയറി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ വിചാരിച്ചു ഇവൻ രാജാവാണ്. അങ്ങനെ രാജാവിനെ അവർ ജയ് വിളിച്ചു. ഹോസാന, ഹോസാന എന്ന് പറഞ്ഞാൽ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ, രാജാവേ ഞങ്ങളെ രക്ഷിക്കണമേ. ആരിൽ നിന്ന് രക്ഷിക്കണം? റോമൻ ഗവൺമെന്റിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. അതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഒരു സംഭവം ഉണ്ടായി. ഈശോ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത്, ഈശോ ഇങ്ങനെ കഴുതപ്പുറത്ത് യാത്ര ചെയ്തു വരുന്ന സമയത്ത് റോമൻ ഗവർണറായ പീലാത്തോസിന്റെ പട്ടാളം അവർ തമ്പടിച്ചിരുന്നത് യേശു വരുന്ന വഴിയുടെ വലതുവശത്തായിരുന്നു. എന്തിനാണ് യേശുവിനെ കുരിശിൽ തറച്ചത്? ഉത്തരം കേട്ടോ. ഈശോ ഇങ്ങനെ കഴുതപ്പുറത്ത് കയറി ഇവർ യേശു രാജാവാണെന്ന് പറഞ്ഞ് യേശുവിനെ രാജാവായിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം ഈശോ നേരെ പീലാത്തോസിന്റെ പട്ടാളം തമ്പടിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് പീലാത്തോസിനെ വധിച്ച് രാജ്യത്തിൻ്റെ അധികാരം തിരിച്ചു പിടിക്കുമെന്നായിരുന്നു ഈ ലക്ഷക്കണക്കിന് ഓശാന വിളിച്ച ആളുകൾ വിശ്വസിച്ചിരുന്നത്. അതാണ് അവർ ജയ് വിളിച്ചുകൊണ്ടിരുന്നത്. ഈശോ ഇങ്ങനെ നേരെ ചെല്ലുമ്പോൾ റോഡ് രണ്ടാവും. വലത്തോട്ട് തിരിഞ്ഞാൽ പീലാത്തോസിന്റെ പട്ടാളം തമ്പടിച്ചിരിക്കുന്ന സ്ഥലം, ഇടത്തോട്ട് തിരിഞ്ഞാൽ ജെറുസലേം ദേവാലയം.
ലക്ഷക്കണക്കിന് ആളുകൾ യേശുവിനെ ജയ് വിളിച്ച് യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചു ഈശോയുടെ ഈ യാത്ര വലത്തോട്ട് തിരിയും. ഈശോ പീലാത്തോസിൻ്റെ അടുത്തേക്ക് ചെല്ലും. പീലാത്തോസിൻ്റെ പാളയത്തിനകത്ത് ചെന്ന് പീലാത്തോസിനെ വധിച്ച്, റോമൻ പട്ടാളത്തെ വധിച്ച്, ഈ ലക്ഷക്കണക്കിന് കലാപകാരികളെ ഒരുമിച്ച് കൂട്ടി ഒടുവിൽ ഇസ്രായേലിൻ്റെ രാജത്വം തിരിച്ചു പിടിച്ച് രാജാവായിട്ട് വാഴും എന്നാണ് അവർ വിചാരിച്ചത്. അവരങ്ങനെ പ്രതീക്ഷിച്ച് നോക്കി 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 നിൽക്കുമ്പോൾ വലത്തോട്ട് തിരിയുന്നതിന് പകരം ഈശോ ഇടത്തോട്ട് തിരിഞ്ഞു. ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ ഈശോ ദേവാലയത്തിലേക്ക് പോയി. ദേവാലയത്തിൽ കച്ചവടം നടത്തിയിരുന്ന ആളുകളെ പുറത്താക്കി. പിതാവിൻ്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തിയ എല്ലാ ആളുകളെയും പുറത്താക്കി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ജനത്തിൻ്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുരിശിൽ തറയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ അവരുടെ മുമ്പിലുണ്ടായിരുന്നത് രണ്ട് പ്രശ്നമാണ്. ഒന്ന്, ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച് യേശുവിനെ പിടിക്കാൻ പറ്റില്ല, കലാപം ഉണ്ടാവും. ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ച് യേശുവിനെ പിടിക്കാൻ പറ്റില്ലെങ്കിൽ രഹസ്യമായിട്ട് പിടിക്കണം. രഹസ്യമായിട്ട് പിടിക്കണമെങ്കിൽ യേശു ഓരോ രാത്രിയിലും എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയണം. അത് പറഞ്ഞു കൊടുക്കാൻ യേശുവിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ, ധനമോഹിയായ യൂദാസിനെ നാണയങ്ങൾ കൊടുത്ത് കൈക്കലാക്കി യേശു ഒറ്റയ്ക്കാവുന്ന സമയം എവിടാണെന്ന് അവർ കണ്ടുപിടിച്ചു. ഗത്സമൻ തോട്ടത്തിൽ അങ്ങനെയാണ് അവർ യേശുവിനെ വന്ന് പിടിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, യേശുവിനെതിരെ അവർ ഉന്നയിച്ച ആരോപണം ദൈവദൂഷണമാണ്. ദൈവദൂഷണം എന്ന ആരോപണം ഉന്നയിച്ച് യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ റോമൻ നിയമം അനുസരിച്ച് അധികാരമില്ല. അതുകൊണ്ട് യേശുവിനെതിരെ ഒരു കള്ള ആരോപണം കണ്ടുപിടിക്കണം എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അവർ കണ്ടുപിടിച്ച കള്ള ആരോപണമാണ് യേശു രാജനിന്ദ നടത്തി, ട്രീസൺ, രാജനിന്ദ, രാജ്യദ്രോഹം നടത്തി എന്ന കുറ്റം. ഇനി ശ്രദ്ധിക്കുക, ഗത്സമൻ തോട്ടത്തിൽ വെച്ച് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്ത് യേശു ഒറ്റിക്കൊടുക്കപ്പെട്ട് ഈശോ പിടിക്കപ്പെട്ട് കയറുകളാൽ ബന്ധിക്കപ്പെട്ട് യേശുവിനെ അവർ വലിച്ചിഴച്ചുകൊണ്ട് പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആരെയും വിചാരണ ചെയ്യാൻ പാടില്ലെന്ന് നിയമം ഉണ്ടായിരുന്നു യഹൂദന്. ആ സകല നിയമങ്ങളും കാറ്റിൽ പറത്തി ഒറ്റ രാത്രിയിൽ അവനെ 4 കോടതികൾ വിചാരണ ചെയ്തു. ഒരു കോടതി മുറിയിൽ നിന്ന് മറ്റൊരു കോടതി മുറിയിലേക്ക് മാറി മാറി വിചാരണയ്ക്ക് കൊണ്ടുപോകപ്പെട്ട് ഒടുവിൽ ഈ കോടതി മുറികൾക്ക് മുമ്പിൽ നീചനും നിന്ദനും നിസ്സഹായനുമായി നിന്ദിക്കപ്പെട്ട് നിന്ന് അവനെ ഒടുവിൽ ഒരു കിടങ്ങിലേക്ക് കയറ് കെട്ടി താഴേക്ക് ഇറക്കി ആ കിടങ്ങിലിട്ടിരുന്നു. രാത്രി മുഴുവൻ ആ കിടങ്ങിൽ കഴിച്ചുകൂട്ടി രാവിലെ ആയപ്പോൾ അവനെ തൊട്ടി കയറ് കെട്ടി വലിക്കുന്നത് പോലെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവനെ ചാട്ടവാറ് കൊണ്ടടിച്ചു. ചാട്ടയെന്ന് നിങ്ങൾ പറയുമ്പോൾ കാരിരുമ്പാണികളും ഉരുക്കും കഷണങ്ങളും ഈയക്കട്ടകളും ഒക്കെ ചേർത്തുണ്ടാക്കിയ ഒരു മാരകായുധമാണ് ചാട്ട. പാഷൻ ഓഫ് ക്രൈസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു ചാട്ട കൊണ്ട് ഈ 33കാരൻ്റെ നേർത്ത ശരീരത്തെ ആഞ്ഞാഞ്ഞടിച്ച് അവൻ്റെ ശരീരത്തിൽ നിന്ന് മാംസക്കട്ടകൾ പറഞ്ഞു പോകുന്ന വിധത്തിൽ മാരകമായ വേദന അവന് സമ്മാനിച്ച് അവനെ ചാട്ടവാറ് കൊണ്ട് അടുപ്പിച്ച് വീണ്ടും വസ്ത്രം ധരിച്ച് കുരിശിലേക്ക് അവനെ കൊണ്ടുപോയി. ആ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. കാൽവരി കുരിശിൻ്റെ നെറുകയിലെത്തുമ്പോൾ അവൻ ചുമന്നുകൊണ്ടുവന്ന കുരിശിൽ അവനെ നിവർത്തിക്കിടത്തി അവൻ്റെ കൈകളിലും കാലുകളിലും അവർ ആണിയടിച്ചു. കുരിശിൽ ഈശോ 3 മണിക്കൂർ തൂങ്ങിക്കിടന്നു. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ സകലർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ പാപങ്ങളും ഭാരങ്ങളുമെല്ലാം അവൻ കുരിശിൽ ഏറ്റെടുത്തു. കുരിശിൽ കിടന്നവൻ മരിച്ചു. ദിഗന്ധങ്ങളെ മുഴക്കിക്കൊണ്ട് അവൻ്റെ നിലവിളി ഉയർന്നു, അപ്പാ നീ പോലും എന്നെ കൈവിട്ടതെന്താണ്? ഏലി ഏലി ലമാ സബക്താനി. ചക്രവാളങ്ങളെ കീറി മുറിച്ച് അവൻ്റെ നിലവിളി. ഒടുവിൽ ഈശോ കുരിശിൽ മരിച്ചു. എല്ലാം പൂർത്തിയായി. കുരിശിൽ മരിച്ച യേശുവിൻ്റെ മൃതദേഹം അവർ താഴെ ഇറക്കി. അവർ കവറടക്കി. ആ കവറടക്കിയ കല്ലറയിൽ നിന്ന് 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ കാലിത്തൊഴുത്ത് മുതൽ ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെയുള്ള ജീവിതം നേരിട്ട് കണ്ട അപ്പസ്തോലന്മാർ, ഈശോ ജീവിച്ചിരുന്ന കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല, അത് കെട്ടുകഥയാണ് എന്ന് ആയിരക്കണക്കിന് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലത്ത് യേശുവിൻ്റെ കൂടെ നടന്ന അപ്പസ്തോലന്മാർ അവർ തീരുമാനിച്ചു, പരിശുദ്ധാത്മാഭിഷേകം വന്നപ്പോൾ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും ഹൃദയം കൊണ്ട് തൊട്ടതുമായ കർത്താവിന് വേണ്ടി ഞങ്ങൾ ജീവിക്കാൻ പോവുകയാണ്. അവരവരെ സൻഹദ്രീൻ സംഘത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, യേശുവിന് വേണ്ടി ജീവിക്കരുത്, യേശുവിന് വേണ്ടി ജീവിച്ചാൽ നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് പറയുമ്പോൾ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് കാതുകൊണ്ട് കേട്ടത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തു. ഇങ്ങനെയാണ് ആ ചരിത്രം ആരംഭിക്കുന്നത്. ഭൂമിയെ തലകീഴ് മറിക്കുന്ന മനുഷ്യരുണ്ടായത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ക്രിസ്ത്യാനിയെ തല്ലാം, നിങ്ങൾക്ക് ക്രിസ്ത്യാനിയെ വലിച്ചിഴയ്ക്കാം,
നിങ്ങൾക്ക് ക്രിസ്ത്യാനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം, നിങ്ങൾക്ക് ക്രിസ്ത്യാനിയെ വിചാരണത്തിൻ്റെ വഴികളിലൂടെ കൊണ്ടുപോകാം. പക്ഷേ എന്തു ചെയ്താലും കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ പറ്റുന്നവരെ ഭയപ്പെടണ്ട, നിങ്ങളുടെ ശരീരത്തെ കൊല്ലാൻ പറ്റുന്നവരെ പേടിക്കണ്ട, ശരീരത്തെയും ആത്മാവിനെയും നിത്യ നരകത്തിലിടാൻ പറ്റുന്നവനെ ഭയപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് ഇന്ന് കോടിക്കണക്കിന് ആളുകൾ, നിങ്ങൾ വിചാരിക്കരുത് ഇന്ത്യയിലും കേരളത്തിലും മാത്രമേ ഉള്ളെന്ന്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി ജീവിക്കാനും കർത്താവിന് വേണ്ടി മരിക്കാനും താല്പര്യമുള്ള കോടിക്കണക്കിന് മനുഷ്യരെ നിതാന്തമായി സ്വാധീനിച്ചുകൊണ്ട് അവൻ കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ജീവിച്ചിരിക്കുന്ന കർത്താവ്. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ 1800 മക്കൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇറങ്ങി ജീവനോടെ നിൽക്കുന്ന ആ കർത്താവിന് വേണ്ടി ജീവിക്കാൻ, നിന്റെ ചെറുപ്പം സമർപ്പിക്കാൻ നീ തയ്യാറുണ്ടോ?